നമസ്കാരം. പുതിയ വീഡിയോ ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ തന്നെയാണ്. 15ാമത്തെ എപ്പിസോഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ KFC 6ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം. നമ്മൾ സ്റ്റോറുകളെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ടെൻഡർ സ്വീകരിക്കുമ്പോൾ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അത് ടെൻഡർ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ ടെൻഡർ സ്വീകരിക്കുന്ന ഓഫീസർ ഈ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ കണക്ക് കണക്കാക്കുകയും ആ കമ്പോളത്തിൻ്റെ സ്റ്റോക്കിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമയം ക്രമീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ആവശ്യകത വളരെ വലുതാണെങ്കിൽ കാലേ കൂട്ടി തന്നെ നമ്മൾ ടെൻഡറുകൾ ക്ഷണിക്കേണ്ടതാണ്. ഇതെല്ലാം കൂടി നമ്മളൊരു അലോട്ട്മെൻ്റ് ആയാലും ഒക്കെയും നമ്മൾ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോയി ധൃതി പിടിച്ചിട്ടുള്ള പർച്ചേസുകൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ ടെൻഡർ ക്ഷണിക്കുന്ന ഉദ്യോഗസ്ഥൻ എപ്പോഴും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ അത് ഒരു മത്സര വിലയുടെ ആനുകൂല്യം നേടുന്നതിൻ്റെ രീതിയിലായിരിക്കണം ടെൻഡറുകൾ ക്ഷണിക്കേണ്ടത്. ഒരേ സാധനങ്ങൾക്കായിട്ട് ഒരു വർഷം പലതവണയായിട്ട് ടെൻഡറുകൾ ക്ഷണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കഴിവതും ISI മാർക്കുള്ള സാധനങ്ങളുടെ നിലവാരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഈ ടെൻഡർ ക്ഷണിക്കുന്ന ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാധനങ്ങൾ ഡെലിവറി ചെയ്യേണ്ട സ്ഥലം എവിടെയാണ് ഈ സാധനം ഇറക്കിത്തരേണ്ടത്, ആ സ്ഥലം ടെൻഡറിൽ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അവകാശം ഈ ഓഫീസർക്ക്, അതായത് ടെൻഡർ ക്ഷണിച്ച ഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ അതാണ് കാര്യം. പിന്നെ നമ്മളൊരു ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഡർ സമർപ്പിക്കാൻ വേണ്ട മതിയായ സമയം ടെൻഡർ സമർപ്പിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ക്ഷണിച്ച് പെട്ടെന്ന് ക്ലോസ് ചെയ്യരുത്, സമയം അനുവദിക്കണം. അതായത് ടെൻഡർ സമർപ്പിക്കുന്നതിന് മതിയായ സമയം നമ്മൾ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ഉദ്യോഗസ്ഥൻ, അതായത് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ നൽകേണ്ടതാണ്. ഇനി ഇതിനുള്ള സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു സമയം നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത്, സാധാരണ സ്റ്റോറുകളാണെങ്കിൽ, ഓർഡിനറി സ്റ്റോറുകളാണെങ്കിൽ 1 മാസം സമയമാണ് സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള സമയം എന്ന പേരിൽ നമ്മൾ കൊടുക്കുന്നത്. ഇറക്കുമതി ചെയ്യേണ്ട മെഷീനറികളാണെങ്കിൽ 2 മാസം, വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ഹെവി മെഷീനറികളെ ഇറക്കുമതി സ്ഥാപിക്കലുമാണെങ്കിൽ 3 മാസമാണ് നമ്മൾ അതിന് സമയമായിട്ട് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ ടെൻഡറുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, സീൽ ചെയ്ത കവറുകളിലാണ് കൊടുക്കേണ്ടത്. സീൽ ചെയ്ത കവറിൽ തന്നെ ടെൻഡറുകൾ സമർപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ട്രഷറി കോഡിലും ഒക്കെ പറഞ്ഞ മാതിരിയുള്ള ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്, നമ്മൾ EMD എന്ന വാക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. EMD, ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്. അതിൻ്റെ ഒരു മലയാളം എന്ന് പറയുന്നത് നിരതദ്രവ്യം എന്നാണ്. സാധാരണഗതിയിൽ 1,00,000 രൂപയ്ക്കോ അതിനു മുകളിലുള്ള എല്ലാ ടെൻഡറുകൾക്കും നിരതദ്രവ്യം എന്ന നിലയിൽ ഒരു ക്യാഷ് ഡിപ്പോസിറ്റ് നൽകേണ്ടതാണ്. ഇപ്പോൾ സ്പെഷ്യൽ ടെൻഡറുകളുടെ സംഗതിയിൽ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ള ആകെ വിലയുടെ 1% ഡിപ്പോസിറ്റായിട്ട് നൽകേണ്ടതാണ്. എന്നാൽ ഇതിൻ്റെ ചുരുങ്ങിയ എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും വ്യത്യാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ എമൗണ്ട് എത്രയാണെന്ന് പറയുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ
സ്പെഷ്യൽ ടെൻഡറുകളുടെ സംഗതിയിലാണെങ്കിൽ ടെൻഡറിന്റെ ആകെ വിലയുടെ 1% ഈ EMD ആയിട്ട് നിരത ദ്രവ്യമായിട്ട് കെട്ടിവെക്കേണ്ടത്. ഈ EMD സാധാരണഗതിയിൽ പണമായോ ക്രോസ് ചെയ്ത ബാങ്ക് ഡ്രാഫ്റ്റായോ ട്രഷറി സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റായോ പ്രോമിസറി നോട്ടുകളായോ ബാങ്ക് ഗ്യാരണ്ടി ആയോ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് മുഖേനയോ ഒക്കെ നമുക്ക് ആ രീതിയിലൊക്കെ ഈ പണം സ്വീകരിക്കാവുന്നതാണ്. ഏത് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് അഥവാ നിരത ദ്രവ്യം എന്ന് പറയും. എന്നാൽ ചില കേസുകളിലൊക്കെ തന്നെ ഈ EMD ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് അതോടൊപ്പം നമ്മൾ EMD ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില കേസുകളും ഉണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പിന്നെ സ്ഥാപനങ്ങളിൽ ആണെങ്കിൽ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ വേണമെങ്കിൽ പ്രത്യേക ഉത്തരവിലൂടെ HODക്ക് വകുപ്പ് മേധാവിക്ക് ഇത് ഒഴിവാക്കാം, വേണ്ടെന്ന് വയ്ക്കാം. ഇനി സ്റ്റോർ പർച്ചേസ് വകുപ്പിന്റെ അംഗീകൃത സപ്ലയർമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥാപനമാണെങ്കിൽ ഡയറക്ടർ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽസ് ന്യൂഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിലും നിരത ദ്രവ്യം കൊടുക്കേണ്ടതില്ല. ടെൻഡറിനോടൊപ്പം ഈ ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റിന്റെ ആവശ്യമില്ല. അത് ഒന്ന്, സ്റ്റോർ പർച്ചേസ് വകുപ്പിന്റെ അംഗീകൃത സപ്ലയർമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥാപനമായിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽസ് ന്യൂഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളും ആണെങ്കിലും അവയെയും EMD അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഇനി അതല്ലാതെ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോർ പർച്ചേസ് വകുപ്പിൽ സ്ഥിരം നിരത ദ്രവ്യമായിട്ട് 10,000 രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി ഹാജരാക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ സ്ഥാപനങ്ങൾ ആണെങ്കിലും അവയെയും ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റുമാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിരത ദ്രവ്യത്തിൻ്റെയോ അതിൻ്റെ കൂടെ അടയ്ക്കുന്ന സെക്യൂരിറ്റിയുടെയോ ആവശ്യം ഇല്ല എന്നാണ്. അത് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും വേണ്ട, ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിലും വേണ്ട. അപ്പം ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് നമ്മൾ EMD ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ടെൻഡറുകൾ അതിന് ഒരു സ്വീകരിക്കുന്നതിന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ടെൻഡർ ഫോം കൊടുത്തു, നമ്മൾ ടെൻഡർ ഫോമിൻ്റെ വില വാങ്ങി, സമയം കൊടുത്തു. ഇനി ടെൻഡർ സ്വീകരിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതെങ്ങനെയാണെന്ന്, അത് സ്വീകരിക്കുന്ന ടെൻഡറുകൾ നമ്മൾ പറഞ്ഞു സീല് വെച്ച കവറിലാണ് ഇത് കൊണ്ടുതരിക. അപ്പോൾ അതിന് ക്രമനമ്പർ ഇടുകയും ഫോറം നമ്പർ 15 രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ അതിനൊരു രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് ഫോറം നമ്പർ 15. അപ്പോൾ അതിൽ ആ രജിസ്റ്ററിൽ ക്രമനമ്പർ ഇട്ട് സ്വീകരിക്കുന്ന മുറയ്ക്ക് ക്രമനമ്പർ ഇട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന ടെൻഡറുകൾ നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ടെൻഡർ ക്ഷണിക്കുമ്പോൾ തന്നെ അതിൽ നിശ്ചിത സമയം ഇത്രാം തീയതി 4 മണിക്ക് മുമ്പായി എന്നൊക്കെ ആയിരിക്കും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ടെൻഡറുകൾ അവ നിരസിക്കുന്നതിനോ സ്വീകരിക്കുന്നോ ഉള്ള കാരണങ്ങൾ സഹിതം ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്താം. നമ്മൾ വന്നു കഴിഞ്ഞാൽ അടുത്ത് കീറിക്കളയല്ല വേണ്ടത്. രണ്ടായാലും സ്വീകരിക്കുകയാണെങ്കിലും ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ വലതുഭാഗത്ത് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചതിൻ്റെ കാരണം, നിരസിക്കുകയാണെങ്കിൽ നിരസിച്ചതിൻ്റെ കാരണം നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി ടെൻഡർ സമർപ്പിച്ച വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഓഫീസ് മേധാവിയോ മറ്റേതെങ്കിലും അധികാരപ്പെട്ട ഓഫീസറോ ടെൻഡറുകൾ തുറക്കേണ്ടതാണ്. ഇപ്പോൾ അത് ഈ സമർപ്പിച്ച വ്യക്തികളുടെ സമയം ടെൻഡറുകൾ സാധാരണഗതിയിൽ ഓപ്പൺ ചെയ്യുന്ന തുറക്കുന്ന ആ കവറ് തുറക്കുന്ന സമയം പ്രഖ്യാപിക്കും. ആ തുറക്കുന്ന സമയത്തിന് മുന്നേ സ്വകാര്യമായിട്ടൊന്നും ഇത് തുറക്കാൻ പാടില്ല. അപ്പോൾ ആ പ്രഖ്യാപിക്കുന്ന സമയത്ത് എപ്പോഴാണോ ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത് ആ ഓപ്പൺ ചെയ്യുന്ന സമയം മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ആ സമയത്ത് ഈ ടെൻഡറുകൾ സമർപ്പിച്ച വ്യക്തികൾക്ക് അവിടെ വരികയും ചെയ്യാവുന്നതാണ്. ഇനി ടെൻഡർ സ്വീകരിച്ച അതേ മുറയ്ക്ക് തന്നെയാണ് ടെൻഡർ തുറക്കേണ്ടത്. ആദ്യത്തെ ക്രമനമ്പർ മുതൽ തന്നെയാണ് അത് തുറക്കേണ്ടത്. തുറന്ന ടെൻഡറുകളിൽ
തീയതിയും സമയം വെച്ച് ക്രമനമ്പർ വെച്ച് രേഖപ്പെടുത്തി ബന്ധപ്പെട്ട ഓഫീസർ ഇനീഷ്യൽ ചെയ്യേണ്ടതാണ് ഓരോന്നിലും. ടെൻഡർ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററിൽ ടെൻഡർ നൽകിയ ആളിന്റെ അല്ലെങ്കിൽ അയാൾക്ക് ഒരാളെ വെക്കാം, ഹാജരായ ഒരു പ്രതിനിധിയെ പേര് നിർദ്ദിഷ്ട കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ടെൻഡർ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ടെൻഡർ രേഖപ്പെടുന്ന നൽകിയ ആളിൻ്റെയോ ആരാണോ ഈ ടെൻഡർ നൽകിയത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും നൽകിയിട്ടുണ്ട്, അവരുടെ പേര് ഈ ഫോർമാറ്റിൽ ഒരു കോളം ഉണ്ട്, ആ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി ഈ ടെൻഡർ നമ്മൾ സാധാരണഗതി ഒരു കവറിലാണ് കൊണ്ടുതരുന്നതെങ്കിലും അത് സാധാരണ ആ കവർ ഒട്ടിച്ചത് പൊളിക്കണമെന്നല്ല, അവിടെ ആ അതിന് കുറച്ച് നടപടിക്രമമുണ്ട്. ഈ സാധാരണ പറയുന്നത് വെച്ചാൽ ഈ ഒട്ടിച്ച ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കീറേണ്ടതെന്ന്. അപ്പോൾ ഒട്ടിച്ചത് അതുപോലെ അവിടെ നിലനിൽക്കും. അല്ലെങ്കിൽ ഈ ഒട്ടിച്ചത് ഇളക്കി നോക്കിയോ എന്നൊക്കെയുള്ള ഒരു സംശയമൊക്കെ വരുന്നതുകൊണ്ടാണ് ആ രീതി. എന്നതിന് ശേഷം ഈ കവറും ടെൻഡറിനോടൊപ്പം ഒരു റെക്കോർഡായിട്ട് സൂക്ഷിക്കണമെന്നാണ്. ഈ കൊണ്ടുവന്ന ടെൻഡർ ഒട്ടിച്ച് സീൽ ചെയ്ത് കവറിൽ തന്ന ആ കവറും ഈ ടെൻഡറിനെ സംബന്ധിച്ചിടത്തോളം അതിനോടൊപ്പം അതൊരു രേഖയായിട്ട് സൂക്ഷിക്കണം. സാധാരണഗതിയിൽ ടെൻഡർ എഴുതിയിരിക്കുന്ന മാറ്ററുകൾ മുഴുവനും അതിൻ്റെ പുറത്ത് കവറും ഒക്കെ ആയിട്ട് അത് ഓപ്പൺ ചെയ്ത ഓപ്പൺ ഡോൺ ഇന്ന ഡേറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കവറിൻ്റെ പുറത്ത് നമ്മൾ എഴുതി അതിനോടൊപ്പം ഫയൽ ചെയ്യുന്ന ഒരു രീതിയാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ടെൻഡർ ഫയലുകളും കവറുകളും ടെൻഡർ സ്വീകരിക്കുന്ന പർച്ചേസിംഗ് ഓഫീസറുടെ ഉത്തരവ് സഹിതം കുറഞ്ഞത് ഇത് ഒരു ഫയലായിട്ട് 5 വർഷമെങ്കിലും സൂക്ഷിക്കണം. കാരണം എന്താ പറഞ്ഞാൽ ഈ ടെൻഡറുകളിലൊക്കെ ചില കള്ളത്തരങ്ങളോ കള്ളക്കളികളോ ഒക്കെ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ശരിക്കും അത്തരത്തിലുള്ള ഫയലുകളൊക്കെ തന്നെ 4-5 വർഷം സൂക്ഷിച്ചു വെച്ച് അതിലെ ഒരു പരാതി ഇല്ല എന്ന് ഉറപ്പാക്കണം. പരാതി ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫയലുകളാണ്, വളരെ ഗൗരവമുള്ള ഫയലുകളാണ് നമ്മൾ ഈ തരത്തിൽ ഈ ടെൻഡർ സ്വീകരിച്ച ഫയലുകളായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നു. ഇനി ടെൻഡറുകൾ നമ്മൾ ചിലപ്പോൾ നിരസിക്കുക എന്ന് വെച്ചാൽ പരിഗണനയ്ക്കായിട്ട് ചിലപ്പോൾ ഒഴിവാക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും. അപ്പോൾ ടെൻഡറുകൾ ഒഴിവാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ടെൻഡറുകൾ ഒഴിവാക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്ന്, ടെൻഡറുകൾ നിർദ്ദിഷ്ട ഫോറത്തിലായിരിക്കില്ല തന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ടെൻഡറിനോടൊപ്പം ആവശ്യമായ EMD അടച്ചിട്ടില്ലെങ്കിൽ അതും നമ്മൾ ആ ടെൻഡർ ഒഴിവാക്കണം. ടെൻഡർ നൽകിയ ആളിൻ്റെ ഒപ്പില്ലെങ്കിൽ അതും നമ്മൾ ഒഴിവാക്കണം. ഈ ചില കമ്പനികളൊക്കെ ഈ ടെൻഡർ സമർപ്പിക്കുന്ന ചില കമ്പനികൾക്ക് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമായിരിക്കും. അതായത് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനികളാണെങ്കിൽ അവരെയും ടെൻഡറിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇനി താമസിച്ച് ആണ് ടെൻഡർ ലഭിക്കുന്നതെങ്കിൽ അതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇനി ടെൻഡർ തുറക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിന് ശേഷം ലഭിക്കുന്ന ടെൻഡറാണെങ്കിൽ, അപ്പോൾ ടെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, പിന്നെ അതിനുശേഷം ലഭിക്കുന്ന ടെൻഡറുകളാണെങ്കിൽ അതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി ടെൻഡർ നമ്മൾ സ്വീകരിക്കൽ, അതാണ് അടുത്തത് പറയാനുള്ളത്. ഈ ടെൻഡർ സ്വീകരിക്കുന്ന സമയത്ത് അത് വലിയ എമൗണ്ടിൻ്റെ ഉണ്ടാവും, കുറഞ്ഞ എമൗണ്ടിൻ്റെ, പല രീതിയിലായിരിക്കുമല്ലോ ഈ ടെൻഡറുകൾക്കുള്ള അതിൻ്റെ മൂല്യം, സംഖ്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒരു ടെൻഡർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ടെൻഡറിൻ്റെ സാമ്പത്തിക സ്ഥിതി, അതായത് ടെൻഡറുടെ സാമ്പത്തിക സ്ഥിതി, അയാൾ നേരത്തെ നടത്തിയിട്ടുള്ള ടെൻഡറുകൾ, അത് സംബന്ധിച്ചിട്ടുള്ള പൂർത്തീകരണം, വർക്കൊക്കെ എത്രത്തോളം കംപ്ലീറ്റ് ആയി, കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ മറ്റ് ചില സംഗതികളോടൊപ്പം തന്നെ ഈ തുക കോട്ട് ചെയ്യുന്നത് മാത്രമല്ല അതും പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ വർക്ക് എടുത്തു, അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ ഈ ടെൻഡർ ഒരാൾക്ക് കൊടുത്തു, അയാൾ സ്വീകരിച്ചു, അയാൾ കൃത്യമായിട്ട് ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചില്ല, നീട്ടി പോയെങ്കിൽ, നേരത്തെ ചില ടെൻഡറുകളിൽ അയാൾക്ക് വേണ്ടത്ര പരിചയമോ അല്ല സാമ്പത്തിക സ്ഥിതിയോ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടതില്ല ശരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാത്തിൻ്റെയും കാരണം നമ്മൾ
മേലുള്ള ഓഫീസർമാരെ അറിയിക്കണമെന്നുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി ബാക്കിയെല്ലാം നോക്കി, ഇതൊക്കെ നോക്കി ബാക്കി എല്ലാ വ്യവസ്ഥകളും സാധാരണഗതിയിൽ അത്തരത്തിൽ ഒരാളെ ഒഴിവാക്കൽ കുറവാണ്. എന്നാലും മുൻകാലങ്ങളിലുള്ള ഒരു പരിചയം വലിയ കാര്യമാണ്. ആ പരിചയം എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഒരു വർക്ക് ഒരാൾ നേരത്തെ നൽകിയ ടെൻഡറിൽ ഒരു പൂർത്തീകരണം നടത്തിയിട്ടില്ലെങ്കിലും, വലിയ ടെൻഡറുകളാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിലും ഒക്കെ ഇത് നമ്മൾ പരിഗണിക്കാവുന്നതാണ്. ഇനി മറ്റെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള ടെൻഡറുകളാണ് സ്വീകരിക്കേണ്ടത്. പിന്നെ അത് സ്വീകരിക്കാത്ത പക്ഷം ഏതെങ്കിലും കുറഞ്ഞ തുകയ്ക്കുള്ള ടെൻഡർ നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള ടെൻഡറാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ ടെൻഡറിൽ അടിച്ചു വന്ന അതിൽ തന്നെ നമ്മൾ എഴുതും ലോവസ്റ്റ് പ്രൈസ് അല്ലെ ലോവസ്റ്റ് കൊട്ടേഷൻ ആക്സെപ്റ്റഡ് എന്നൊക്കെ നമ്മൾ അതിൻ്റെ എഴുതി ഒപ്പിടാറുണ്ട് ഈ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ കൊട്ടേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ കുറഞ്ഞ തുകയ്ക്ക് നൽകിയിട്ടുള്ള ടെൻഡറുകളാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ കുറഞ്ഞ തുകയായിരുന്നിട്ടും ചിലത് സ്വീകരിക്കാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ രേഖാമൂലം ആക്കേണ്ടതാണ്. ഇനി ഒരേ വിലയുള്ള സാധനത്തിന് ഒന്നിലധികം ഓഫറുകൾ ഉണ്ടെങ്കിൽ അവർ അറിയപ്പെടുന്നവരാകുന്ന പക്ഷം അവർക്കിടയിൽ കരാർ തുല്യമായി വീതിക്കേണ്ടതും, അല്ലാത്ത പക്ഷം മുൻ കരാറുകാരിൽ ആരാണോ വിജയകരമായി കരാർ പൂർത്തീകരിച്ചിട്ടുള്ളത് അയാളെ പരിഗണിക്കേണ്ടതുമാണ്. ഒരേ വിലയാണ് കോട്ട് ചെയ്തിരിക്കുന്ന ഒരു ടീം. ഒരു സാധനത്തിന് 500 രൂപ വെച്ച് ഇത്ര എണ്ണം എന്നൊക്കെ പറഞ്ഞ ഒരു കൊട്ടേഷൻ ആണെങ്കിൽ ആ രണ്ടുപേരും ഒരേ തുകയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവര് അറിയപ്പെടുന്നവരാകും, പക്ഷെ അവർക്കിടയിൽ കരാർ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കാം. ഇപ്പം എത്രയാണോ റിക്വയർമെന്റ് അതിന്റെ പകുതി അവർക്കും പകുതി മറ്റാക്കും കൊടുക്കാം. എന്നാൽ ഇങ്ങനെ ഒരു അല്ല എങ്കിൽ, തുല്യമായിട്ടല്ല വീതിക്കുന്നതെങ്കിൽ, ഇതിന് മുൻ കരാറുകളിൽ കരാറെടുത്തു അത് ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കിയത് ആരാണോ അവർക്ക് ഈ രണ്ടുപേരിൽ അത്തരത്തിലൊരു നടപടി ഉള്ള ആൾ ആരാണോ അവർക്ക് ഈ കരാറ് കൊടുക്കാവുന്നതാണ്. ഇനി കരാറ് നമ്മൾ ടെൻഡറുകൾ സ്വീകരിക്കുമ്പോൾ കേരളത്തിലുള്ള നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും മുൻഗണന നൽകേണ്ടതാണ്. സംസ്ഥാനത്തിന് വെളിയിൽ നിൽക്കുന്ന സാധനങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തിനുള്ളിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് താഴെ പറയുന്ന പ്രകാരത്തിലുള്ള വില മുൻഗണന നൽകേണ്ടതാണ്. അപ്പോൾ ഗവൺമെന്റ് ഓഹരിയുള്ള വ്യവസായശാലകളാണെങ്കിൽ 15%, മറ്റു വ്യവസായശാലകൾക്ക് 10%, ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്ന വ്യവസായശാലകൾക്ക് 15% വില മുൻഗണന നൽകേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സംസ്ഥാനത്തിന് വെളിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം, നമുക്കിവിടെ കേരളത്തിന് പുറത്താണ് സ്ഥാപനമെങ്കിൽ, അപ്പോൾ അവിടെ ഗവൺമെന്റ് ഓഹരിയുള്ള വ്യവസായശാലകളാണെങ്കിൽ നമുക്ക് അവിടുന്ന് എന്ത് വേണം? 15% വില മുൻഗണന കേരളത്തിനകത്ത് ഉള്ളവർക്ക് നൽകണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു സാധനം, 100 രൂപ മാർക്കറ്റ് വിലയുള്ള ഒരു സാധനം, അത് കേരളത്തിന് പുറത്തുള്ള ഒരാൾ ആ 100 രൂപയുടെ 15% കൂടി, 100 രൂപ മാർക്കറ്റ് വിലയുള്ള ഒരു സാധനം, അത് കേരളത്തിനകത്തുള്ള സ്ഥാപനമാണെങ്കിൽ 115 രൂപ വരെയാണെങ്കിൽ, ഗവൺമെന്റ് ഓഹരിയുള്ള വ്യവസായശാലയാണെങ്കിൽ 115-നാണെങ്കിലും കേരളത്തിനകത്തു നിന്നാണ് വാങ്ങേണ്ടത്. കാരണം 15% വില മുൻഗണന അത്തരക്കാർക്ക് കൊടുത്തു. ബാക്കിയുള്ള മറ്റു വ്യവസായശാലകളാണെങ്കിൽ 100 വിലയെങ്കിൽ 110 വരെ കേരളത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് ആ 110-നുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലാണ് വില മുൻഗണന കേരളത്തിനകത്തുള്ള സ്ഥാപനങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ട വിധമാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്ഥാപനം കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥാപനം 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കേരളത്തിനകത്ത് ഗവൺമെന്റ് ഓഹരിയുള്ള ഒരു വ്യവസായശാലയാണെങ്കിൽ അവർ പറയാണ് ഞങ്ങൾ 115-ന് തരാൻ പറ്റുള്ളൂ, കേരളത്തിന് പുറത്തുള്ളവർ 100-ന് തരാമെന്ന് പറഞ്ഞു, കേരളത്തിനകത്തുള്ള ഈ ഗവൺമെന്റ് ഓഹരിയുള്ള വ്യവസായശാല 115-ന് തരാമെന്ന് പറഞ്ഞാൽ ഈ 115 രൂപ
ഉള്ള കേരളത്തിനകത്തുള്ള വ്യവസായശാലയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അത് 15% വരെയേ ഉള്ളൂ. മറ്റു വ്യവസായശാലകൾക്കാണെങ്കിൽ 10% വരെ കൊടുക്കാം കേരളത്തിനകത്താണെങ്കിൽ. ധർമ്മ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യവസായശാലകൾക്ക് 15% വരെ ഈ വിലയിലുള്ള മുൻഗണന കൊടുക്കാവുന്നതാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ടെൻഡറുകൾ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിന് പർച്ചേസിംഗ് ഓഫീസർക്ക് പൂർണ്ണമായ വിവേചനാധികാരം ഉണ്ട്. രണ്ടിനും, സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനും ഈ പർച്ചേസിംഗ് ഓഫീസർക്ക് പൂർണ്ണമായ വിവേചനാധികാരമുണ്ട്. എന്നാൽ ഇതിലുള്ള കാരണങ്ങൾ മേലധികാരികളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് കാരണമായാലും ശരി, അത് മേലധികാരിയെ ബോധിപ്പിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടെൻഡർ നിരസിക്കാനുണ്ടായ കാരണങ്ങൾ ടെൻഡർ നൽകിയ വ്യക്തിയെ അറിയിക്കേണ്ടതില്ല. അതാണ്. ഒരു ടെൻഡർ നമ്മൾ നിരസിച്ചു, ആ നിരസിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെൻഡർ നൽകിയ വ്യക്തിയെ ഈ കാരണം, എന്തുകൊണ്ടാണ് നിരസിച്ചത് എന്നതിൻ്റെ കാരണം അറിയിക്കേണ്ടതില്ല എന്നാണ് ഇതിൽ ടെൻഡറിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം തൽക്കാലം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എപ്പിസോഡിലൂടെ ഈ സ്റ്റോറുകളെ പറ്റി പറയാനുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ, സ്റ്റോറുകളിലെ ടെൻഡറുകളെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ, ടെൻഡർ സിസ്റ്റം, പിന്നെ റേറ്റ് കോൺട്രാക്ട്, റണ്ണിങ് കോൺട്രാക്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കേൾക്കാവുന്നതാണ്. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.